welcome back to our class. അപ്പോൾ എന്താണ് ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായി എന്ത് ചെയ്തു എല്ലാവരും തിരിച്ച് ബാക്ക് ടു യുവർ സ്കൂൾ, ബാക്ക് ടു യുവർ ബെഞ്ച്, ബാക്ക് ടു യുവർ ബാഗ്, ബാക്ക് ടു യുവർ ടീച്ചേഴ്സ്, ബാക്ക് ടു യുവർ ഫ്രണ്ട്സ് അല്ലേ, ബാക്ക് ടു ഈവൻ ദ മെസ്സോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മെസ്സ് കഴിക്കുന്ന സ്ഥലത്തേക്ക് എന്താണ് വി ആർ ബാക്ക് അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്ന് നോക്കടാ, ഇന്ന് നമ്മൾ എന്താണ് ഇംഗ്ലീഷിലൊരു നമ്മുടെ വെക്കേഷന് ശേഷമുള്ള ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് കോണ്ടന്റ് വീഡിയോ ആണ്. സേ നോക്ക്, ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയോ, adjective ആണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഇത്തിരി എന്താണ് ബെറ്റ് ഒരു ഗ്രാമർ പാർട്ടാണ് ചെയ്യുന്നത്. സോ ടുഡേ we are going to learn about adjective. എന്താണ് adjective? ഓക്കെ, ഇവിടെ നോക്കുക, ആക്ച്വലി എന്താണ് ഒരു adjective എന്ന് പറയുന്നത്. വാട്ട് ഈസ് എൻ adjective? ഇവിടെ നോക്കുക, നിങ്ങൾ ഡിസ്ക്രൈബ്, ഐഡൻറ്റിഫൈ ഓർ ഫർദർ ഡിഫൈൻ nouns and pronouns. ഓക്കെ, എന്താ ഇവിടെ പറയുന്നത്? ഡിസ്ക്രൈബ്, ഐഡൻറ്റിഫൈ ഓർ ഫർദർ ഡിഫൈൻ nouns and pronouns. ഒരു noun അല്ലെങ്കിൽ ഒരു pronoun, we know what is a noun അല്ലേ. noun എന്ന് പറഞ്ഞാൽ എന്താണ്? പേര് അല്ലേ. pronoun എന്ന് പറഞ്ഞാൽ സർവ്വനാമം അല്ലേ, അവൻ, അവൾ, എക്സെട്ര. നൗൺ എന്ന് പറഞ്ഞാലും അൻവറ എന്നൊക്കെ പല പേരുകൾ. അപ്പോൾ ഈ പറയുന്ന അൻവറയോ ഈ പറയുന്ന അവളെയോ അവനെയോ ഇതിനെയോ അതിനെയൊക്കെ അല്ലേ. യെസ്, നോക്കി, ഇതിനൊക്കെ എന്താണ് ഒരു എക്സ്ട്രാ മീനിങ്, ഒരു എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും ഒരു അർത്ഥം കൊടുക്കണം, അതിനെ നമ്മളൊന്ന് വർണ്ണിച്ച് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു പേരിന് അല്ലെങ്കിൽ ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു ആൾക്ക് നമ്മളൊരു എക്സ്ട്രാ അതിനൊന്ന് വർണ്ണിച്ച് പറയുമ്പോൾ, നമ്മൾ പൊക്കി പറയുമ്പോൾ എന്താണ്, ദാറ്റ് ഈസ് എന്താണ് adjective. ഇൻ ഷോർട്ട്, വിശേഷണം. നമ്മൾ ഒറ്റ വാക്കി മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ് വിശേഷണം. അപ്പോൾ വിശേഷണം എന്താണ് adjective. അപ്പോൾ ഒരു നൗണിനെയോ പ്രൊനൗണിനെയോ നമ്മൾ കൊടുക്കുന്ന, നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന, മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കിന് നമ്മൾ എന്താ പറയുക, വി കോൾ ഇറ്റ് ആസ് എൻ adjective. നമ്മൾ അതിനൊരു adjective എന്നാണ് പറയുക. ഓക്കെ, സോ അതാണ് adjective. ഇനി adjectives എന്തുണ്ട്, ഒത്തിരി ടൈപ്സ് ഉണ്ട്. നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് adjective എന്ത് ചെയ്യുന്നില്ല, ഒറ്റ ക്ലാസ്സിൽ പഠിക്കുന്നില്ല, അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ ഇത്തിരി adjectivesൻ്റെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാണ്ട്, ദ ഫസ്റ്റ് ടേം ഇറ്റ് ഈസ് അഗ്ലി. നമ്മൾ പറയണം, ഓ ഡു ഐ ലുക്ക് അഗ്ലി. ഞാൻ എന്താണ് ഡു ഐ എന്ന് പറയും, ഞാൻ ഡു ഐ ലുക്ക് അഗ്ലി. ഞാൻ എന്താണ് അഗ്ലിയാണോ എന്നെ കാണാൻ എന്നൊരു വൃത്തിയില്ലേ. ഇപ്പം നെക്സ്റ്റ് നോക്കും, നിങ്ങൾ ഇവിടെ നോക്കും, മിസ് പറയുന്നത് ഷീസ് പ്രെറ്റി, ദ ഡോൾ ഈസ് പ്രെറ്റി. ദ ഡോൾ ഈസ് പ്രെറ്റി, ഡോൾ ആണ് അവിടുത്തെ നെയിം. നമ്മൾ പറയുകയാണ് നല്ല ഭംഗിയുള്ള ബൊമ്മക്കുട്ടി, ദ ഡോൾ ഈസ് പ്രെറ്റി. അപ്പോൾ ഇവിടെ നോക്കുക, പ്രെറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എൻ adjective. നെക്സ്റ്റ് നോക്ക്, ഞാൻ പറയണം, ഓ ദ ഗേൾ ഈസ് യങ്, ഷീസ് യങ്. ഓക്കെ, അപ്പോൾ എന്താണ് യങ് എന്ന് പറയുന്നത്, ചെറുത് എന്ന് പറയുന്ന വാക്ക് എന്താ, ഒരു വിശേഷണമാണ്. സോ ദാറ്റ് ഈസ് എൻ adjective. അടുത്ത് നോക്ക്, ഞാൻ പറയണം, ഓ ഹീസ് എൻ ഓൾഡ് പേഴ്സൺ അല്ലേ. എന്താണ് ഹീസ് എൻ ഓൾഡ് പേഴ്സൺ, ഇദ്ദേഹം ഒരു വയസ്സായാലും പ്രായമുള്ള ആളാണ്. അപ്പോൾ നോക്ക്, അവിടെ ഹീ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഹീ എന്ന് പറയുന്ന നൗണ, നമ്മൾ എന്ത് കൊടുത്തു, നമ്മൾ adjective-ആയിട്ട് നമ്മളോട് വിശേഷിപ്പിച്ചു. അയാളൊന്ന് പറഞ്ഞു, അയാളൊരു വയസ്സായ ആളാണ്. സോ ദറ്റ് ഓൾഡ് ഈസ് ദ adjective. നെക്സ്റ്റ് ഹാപ്പി, ഹീ ഈസ് ഹാപ്പി, ദ ബോയ് ഈസ് ഹാപ്പി ആൻഡ് ജമ്പിങ് അല്ലേ. സോ എന്താണ് ദ ഹാപ്പി, സന്തോഷവാനാണ്. അതെന്താണ്, ദാറ്റ് ഈസ് എൻ adjective, അതൊരു adjective ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കോ, ദ ബോയ് ഈസ് സാഡ്, ഹീ ഈസ് ക്രൈങ്. സീ ദ ബോയ് ഈസ് സാഡ്. അവൻ എന്താണ്, ബോയ് എന്ന് പറഞ്ഞാൽ പേര്, ആൺകുട്ടി, അവൻ എന്താണ് സാഡ് ആണ്. സോ ദ സാഡ് ഈസ് adjective. ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ്, ഓ ദിസ് ആനിമൽ ഈസ് വെറ്റ്, ദ പപ്പി ഈസ് വെറ്റ് അല്ലേ. ദ പപ്പി എന്ന് പറയുന്നത് എന്താണ്, പേരാണ്. പപ്പി ഈസ് എ നൗൺ ആൻഡ് വെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് എൻ adjective. സോ പപ്പി എന്ത് ചെയ്തിട്ട് ആകെ നനഞ്ഞ് കുതിർന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ഡ്രൈ. ഓക്കെ, ഡ്രൈ പറഞ്ഞാൽ എന്താണ്, ഉണങ്ങിയിട്ടുണ്ട് അല്ലേ. ഓ മൈ ഗോഡ്, ഇറ്റ് ഈസ് ഡ്രൈ. നെക്സ്റ്റ് വൺ ദ എലിഫന്റ് ഈസ് എ ബിഗ് ആനിമൽ. എലിഫന്റ് എന്താണ്, വലിയ ബിഗ് ആനിമൽ ആണ് അല്ലേ. ഇറ്റ് ഈസ് എ ബിഗ് ആനിമൽ. അപ്പോൾ എലിഫന്റ് എന്താ, വലിയൊരു ആനിമൽ ആണ്. സോ ദ എലിഫന്റ് എന്ന് പറയുമ്പോൾ എലിഫന്റ് ഈസ് എ നൗൺ ആൻഡ് ദ ടേം ബിഗ് ഈസ് എൻ adjective. നെക്സ്റ്റ് വൺ നോക്ക്, സ്മോൾ. ഓ മൈ ഗോഡ്, ദിസ് ഇസ് സ്മോൾ റാറ്റ് അല്ലേ. എന്താണ്, എലിയെ തൂക്കി പിടിക്കുന്നത്, നമുക്ക് പറയാം, ഓ ഇറ്റ്സ് എ വെരി സ്മോൾ വയർ, സ്മോൾ ക്യാബിൻ. ചെറിയൊരു എന്താണ്, ചെറിയൊരു കേബിളാണ്, കേബിൾ നോട്ട് ക്യാബിൻ, സോറി കേബിൾ അല്ലേ. അപ്പോൾ സ്മോൾ പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എന്താ ഒരു വിശേഷണം അല്ലേ. നെക്സ്റ്റ് വൺ, ഓ മൈ ഗോഡ്, കുഞ്ഞ് എന്താണ്, പാമ്പല്ലേ. ഇറ്റ്സ് എ ഷോർട്ട് സ്നേക്ക്, ഇറ്റ്സ് എ ഷോർട്ട് സ്നേക്ക് ആൻഡ് ദിസ് ദ അതർ സ്നേക്ക് ഇറ്റ് ഇസ് ലോങ് അല്ലേ. അപ്പോൾ നോക്കി, സ്നേക്ക് എന്ന് പറയുന്ന പാമ്പിന് നമ്മൾ എന്താ പറയുക, ഇറ്റ് ഇസ് ഷോർട്ട്, ചെറുതാണ്. വലുത് എന്ന് പറയുമ്പോൾ എന്തായി, ദാറ്റ് ഇസ് എ വിശേഷണം. അപ്പോൾ എന്താണ്, വിശേഷണമാണ് എന്ത്, ബേസിക്കലി adjective എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ adjectivesൻ്റെ ഒത്തിരി എക്സാമ്പിൾസ് ഇന്ന് ഇവിടെ മിസ് തന്നു. ഇനി മിസ് നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞ് എന്താ മിസ് പറഞ്ഞത്, വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് adjectives അല്ലേ. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽ adjectives ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എല്ലാം കൂടി എന്ത് ചെയ്യുന്നില്ല, അടിച്ചു വാരി എന്ത് ചെയ്യുന്നില്ല, അടിച്ചു കയറി വാന്ന് പറഞ്ഞ പോലെ അടിച്ചു വാരി നമ്മൾ പഠിക്കുന്നില്ല. ടുഡേ we are going to learn only one adjective, one type of adjective, and that is comparative adjective. So
today we are going to learn ഏത് adjective ആണ് which adjective we are going to learn today ഇന്ന് ഏതാണ് the adjective it is comparative adjective എന്താണ് comparative adjective പറഞ്ഞാൽ നമ്മൾ രണ്ട് വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യാണ് രണ്ട് വസ്തുക്കളെ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ രണ്ട് വസ്തുക്കളെ താരതമ്യം ചെയ്യൂലേ താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് the comparative adjective നമ്മൾ പറയാണ് ഓ ഇത് ഇതിനേക്കാളും വലുതാണല്ലോ ഇത് ഇതിനേക്കാളും തടിയുണ്ടല്ലോ രണ്ട് വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യാണ് താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ വിശേഷണം നമ്മൾ പറയുന്നുള്ള വ്യത്യാസം ഓക്കെ ഇവിടെ നോക്കുക നിങ്ങൾ the first one it is comparative adjective അല്ലേ ഇവിടെ നോക്കുക ഈ കുട്ടി എന്താണ് ഹീസ് ആങ്ക്രി അവൻ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇവർ രണ്ടാളെന്താ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് പക്ഷെ ഒരാൾ എന്താണ് ഇവൻ ആങ്ക്രിയാണ് ദേഷ്യത്തിലാണ് പക്ഷെ ഇവൻ എന്താണ് മോർ ആങ്ക്രിയർ ഇവനെക്കാളും ദേഷ്യമാർക്കാണ് ഈ പറയുന്ന ചുരുളമുടിക്കാരനാണ് ചുരുളമുടിക്കാരൻ കേർലി ഹെയർ ദാറ്റ് ഇസ് ഓൾസോ an adjective ഓക്കെ അപ്പോൾ നോക്കുക ആങ്ക്രി ആങ്ക്രിയർ ഇറ്റ് ഈസ് കമ്പാരിസൺ നമ്മൾ താരതമ്യം ചെയ്യലേ ആർക്കാണ് ചൂട് കൂടുതൽ അപ്പം ഇവൻ എന്താണ് ഓൾറെഡി കലിപ്പിലാണ് ഇവൻ എന്താണ് മോർ കലിപ്പിലല്ലേ അങ്ങനെയാണ് എന്ത് കമ്പാരറ്റീവ് അഡ്ജക്റ്റീവ്സ് പഠിക്കുക അടുത്ത് നോക്കുക നിങ്ങൾ യങ് ആൻഡ് യങ് ഇവൻ എന്താണ് ഇവൻ ചെറിയ മോനാണ് ഇതെൻ്റെ ചെറിയ മോനാണ് പക്ഷേ ഇവനെക്കാളും ചെറുതാണ് ഏത് ഈ ടിൻറ്റു മോൻ ഓക്കെ അപ്പം ആരാണ് ഇവനാണ് ആര് ഇവൻ ബിണ്ടു ഇവൻ ടിൻറ്റു ഓക്കെ അപ്പോൾ ബിന്ദുവിനെക്കാളും ചെറുത് ആരാണ് ടിൻറ്റു ആണ് അപ്പോൾ നമ്മൾ ബിന്ദുവിനെ ടിൻറ്റുവിനെ എന്ത് ചെയ്തു ഇവിടെ കമ്പാരിസൺ നടത്തി സോ ആരാണ് നമ്മുടെ ടിൻറ്റു ഈസ് യങ്ങർ ദാൻ ആരാണ് ബിന്ദു നെക്സ്റ്റ് വന്ന് നോക്ക് ഇവിടെ ഹാപ്പി ഹാപ്പിയർ ദേ നിൽക്കുന്നു നമ്മുടെ മൂസ നമുക്ക് എല്ലാവർക്കും പേര് കൊടുക്കട്ടോ ദേ നിൽക്കുന്നു നമ്മുടെ ഈസ ഓക്കെ അപ്പോൾ എന്താണ് മൂസ ലുക്സ് വെരി ഹാപ്പി രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ മൂസ സന്തോഷമാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നൊക്കെയുള്ളൂ ബട്ട് ഈസ അങ്ങനെയല്ല ഈസ ഈസ് മോർ ഹാപ്പിയർ ദാൻ മൂസ ഓക്കെ എന്താണ് മൂസ എന്താണ് സോറി ഈസ എന്താണ് മൂസയെക്കാളും ഹാപ്പി എന്ത് ചെയ്യുന്നു ഭയങ്കര ചാടുന്നു അല്ലേ ഓക്കെ അപ്പോൾ എന്താണ് ഈസ ഈസ് മോർ ഹാപ്പിയർ ദാൻ മൂസ കുട്ടി നെക്സ്റ്റ് നോക്കുക ഇവിടെ നിങ്ങൾ അയ്യോ ഇവിടെ എന്താ സാഡറുമാണ് അല്ലേ ഇതാണ് നമ്മുടെ ടിന ഇതാണ് നമ്മുടെ മിന ഓക്കെ ടിന ഓൾറെഡി എന്താണ് സാഡാണ് അപ്പോൾ ടിന വിഷമം പറയാൻ എന്ത് ചെയ്യാണ് ടിന മിനൻ്റെ അടുത്തേക്ക് പോയി ഡോർ തുറന്ന് നോക്കുമ്പോൾ മിന എന്താണ് ഓൾറെഡി സാഡറാണ് ടിനയെക്കാളും എന്താണ് അവൾ അട്ടം പൊട്ടിക്കുന്നത് കരിഞ്ഞിട്ട് അല്ലേ അപ്പോൾ ഇവിടെ നോക്കുക ഷീ ഈസ് സാഡ് പക്ഷേ ഇവളെന്താണ് രണ്ട് പേര് നോക്കുമ്പോൾ കൂടുതൽ സങ്കടമാർക്കാണ് നമ്മുടെ മിനക്കുട്ടിക്കാണ് മിന ഈസ് സാഡർ ദാൻ ടിന ഓക്കെ ടിനയെക്കാളും വിഷമമാർക്കാണ് മിനയ്ക്കാണ് അടുത്ത് നോക്കി ഇവിടെ യങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ യെസ് ഇതാണ് ആര് നമ്മുടെ ആര് എന്ന് നമ്മൾ എന്താ പേര് കൊടുക്കുക ദിസ് ഇസ് ടെഡി ആൻഡ് ദിസ് ഇസ് ഫെഡി ഓക്കെ നോക്ക് യങ് ആരാണ് ടെഡി ആണ് പക്ഷെ ആരാണ് ഫെഡി ഈസ് യങ്ങർ ദാൻ ടെഡി ഓക്കെ ഫെഡി എന്താണ് ടെഡിയെക്കാളും എന്താണ് യങ്ങറാണ് ചെറുതാണ് ഓക്കെ അടുത്ത് നോക്കി ഇവിടെ നോക്കി ഇവർ രണ്ടുപേരും എന്താ അടുത്തടുത്താണ് നിൽക്കുന്നത് അല്ലേ ഇവർ രണ്ടുപേരും അടുത്തടുത്താണ് നിൽക്കുന്നത് പക്ഷേ ഇതിനേക്കാളും നിയറർ അടുത്താണ് എന്ത് രണ്ടുപേരും കൈകോർത്ത് അടുത്താണ് നിൽക്കുന്നത് സെക്കൻഡ് പിക്ചറിൽ സോ നിയറർ അടുത്ത് ഒന്നുകൂടി അടുത്ത് ഓക്കെ അപ്പോൾ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണ് എന്ത് നമ്മൾ പഠിക്കുന്നത് ഇനി അടുത്ത് നോക്ക് സ്മോൾ ആൻഡ് സ്മോളർ ഇതാരാണ് നമ്മുടെ പൂച്ചയാണ് അല്ലേ യെസ് ഇവനാണ് നമ്മുടെ ടോമി ഇവനാണ് ആര് നമ്മുടെ മോമി ഓക്കെ ഇവിടെ നോക്ക് ടോമി ഓൾറെഡി സ്മോൾ ക്യാറ്റാണ് നമ്മുടെ ടോമി പക്ഷേ നമ്മുടെ വീട്ടിലുള്ള മോമിയുണ്ട് മോമി എന്താണ് മൂഷികരാണ് എലിയാണ് മൗസ് യെസ് ഈ എലി എന്താണ് കൂടുതൽ സ്മോൾ ടോമിയെക്കാളും ചെറുതാണ് ആര് നമ്മുടെ മോമി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എലി മുഷികൻ ഓക്കെ അപ്പോൾ ആക്ച്വലി ഇവിടെ നോക്ക് നമ്മൾ എന്ത് ചെയ്തു ടോമി ഓൾറെഡി ചെറുതാണ് ടോമിയെക്കാളും ചെറുതായ ഒന്നുകൂടി നമ്മുടെ വീട്ടിലുണ്ട് ആൻഡ് ദാറ്റ് ഈസ് എന്താണ് ദാറ്റ് ഈസ് മോമി ദാറ്റ് ഈസ് ദ റാറ്റ് ദാറ്റ് ഈസ് എ മൗസ് അല്ലേ മൗസ് ആണ് എന്ത് ഏറ്റവും കൂടുതൽ ചെറുത് അല്ലേ അമ്പടവീര അപ്പോൾ ഈ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ നമ്മൾ ഈ പറയുന്ന ടോമിനെയും ഈ പറയുന്ന മൗസിനെയും നമ്മൾ എന്ത് ചെയ്തു കമ്പാരിസൺ നടത്തി അടുത്ത് നോക്കി ഇവിടെ അമ്പടവീര ആരാണത് ഓ മൈ ഗോഡ് ക്ലൗൺസ് ആണ് ജോക്കേഴ്സ് ആണല്ലേ അമ്പടവീര ഇവിടെ നോക്ക് നമ്മുടെ ഇവർ ഫണ്ണിയാണ് ഓക്കെ ഇതാണ് ആര് നമ്മുടെ മിസ്റ്റർ കുംഫു ഓക്കെ ഇതാണ് നമ്മുടെ മിസ്റ്റർ ആരാണ് മുംഫു
മുങ്ഫു. ഓക്കെ, മിസ്റ്റർ കുങ്ഫു, മിസ്റ്റർ മുങ്ഫു. ഓക്കെ, ഇവിടെ നോക്ക്, ഇതാണ് ആര്? മിസ്റ്റർ കുങ്ഫു ആൻഡ് ദിസ് ഇസ് മിസ്റ്റർ മുങ്ഫു. അപ്പം മിസ്റ്റർ കുങ്ഫു ആരാണ്? കുങ്ഫു ഈസ് ഫണ്ണി. മിസ്റ്റർ കുങ്ഫു വളരെ തമാശക്കാരനാണ്. പക്ഷേ എന്നാൽ അങ്ങനെയാണെങ്കിലോ നമ്മൾ ഈ മിസ്റ്റർ മുങ്ഫുവിനായിട്ട് നോക്കുമ്പോൾ മുങ്ഫു ആണ് കൂടുതൽ എന്താ തമാശക്കാരൻ. സോ മോർ ഫണ്ണിയർ ആരാണ്? മോർ ഫണ്ണിയർ മുങ്ഫു ആണ്. അപ്പോൾ കുങ്ഫുവിനെയും മുങ്ഫുവിനെയും നോക്കുന്ന സമയത്ത് കൂടുതൽ തമാശക്കാരൻ ആരാണ്? നമ്മുടെ മുങ്ഫു ആണ്. സോ ദിസ് ഇസ് എന്താണ് കമ്പാരേറ്റീവ് അഡ്ജക്റ്റീവ്സ്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു ഓൾ. അപ്പോൾ നോക്കി നമ്മൾ അഡ്ജക്റ്റീവ് എന്താണെന്ന് പഠിച്ചു. അഡ്ജക്റ്റീവിൻ്റെ ഒരു ടൈപ്പ് കമ്പാരേറ്റീവ് അഡ്ജക്റ്റീവ്, അതെന്താണെന്ന് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കാതെ പോകരുത്. കമ്പാരേറ്റീവ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഫസ്റ്റ് ലേൺ വാട്ട് ഈസ് എൻ അഡ്ജക്റ്റീവ്. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് ഒരു അഡ്ജക്റ്റീവ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ കമ്പാരേറ്റീവ് അഡ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ് ഇനിയും വരാനുണ്ട്. അത് എവിടെ വരും? അത് വരുന്ന വീഡിയോസിലൊക്കെ വരും. ഓക്കെ, അപ്പോൾ വി സ്റ്റോപ്പ് അവർ ക്ലാസ് ഹിയർ. താങ്ക് യു ഫോർ ബീങ് ഹിയർ. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. സോ ഞാൻ ആരാണ്? ഇറ്റ്സ് മീ അൻവര ഫ്രം സാലം ലേണിംഗ്. താങ്ക് യു സോ മച്ച്.